ഞാൻ റീനു. കമല എന്നത് എൻ്റെ പെന്നേമാണ്. ഞാനൊരു അന്വേഷണത്തിലാണ്. കമല എന്ന എന്നിലെ എഴുത്തുകാരിയെ പ്രണയിക്കുന്ന ദാസ് ആരാണെന്നറിയാനുള്ള ഒരു കൗതുകം. അന്ന് ഞാൻ ദാസിനെ കണ്ടെത്തി. പ്രിയതമായ എൻ്റെ കലാലയത്തിൽ നിറങ്ങൾ ബോഗെയിൻവില്ല പൂക്കളായി വിടർന്നു നിൽക്കുന്ന വഴിയിൽ എനിക്ക് മാത്രമായൊരു പ്രണയലേഖനവും എഴുതിയിട്ട് കടന്നു പോകുന്ന ദാസ്. ഇത്രയും കാലം ഞാൻ തിരഞ്ഞ എൻ്റെ ദാസ്. ഇവൾ എൻ്റെ റൂംമേറ്റ് പാറു. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ട്രോളുന്നത്. പതിവില്ലാത്ത എൻ്റെ പുഞ്ചിരിയുടെ കാരണമാണ് അവൾക്കറിയേണ്ടത്. ദാസിനെ കുറിച്ച് ഞാൻ ആരോടും പറയില്ല. എൻ്റെ ഡയറിയിലെ ഈ വരയിട്ട പുറങ്ങളോടല്ലാതെ ആരോടും. പിന്നീട് അങ്ങോട്ട് ഞാൻ അവൻ്റെ പിന്നാലെയായിരുന്നു. ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിൽ ഞാൻ തിരഞ്ഞത് അക്ഷരങ്ങളെ ആയിരുന്നില്ല, എൻ്റെ സ്വന്തം ദാസിനെയായിരുന്നു. ലൈബ്രറിക്ക് മുന്നിലെ പടവുകൾ ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച എൻ്റെ ഹൃദയം തകർത്തു. എൻ്റെ പ്രണയകഥയിലെ ദാസ് അവൻ മറ്റൊരാളുടേതാണ്. അതറിഞ്ഞപ്പോൾ എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. റീനു, റീനു, നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞേ? നിന്നോട് ചോദിക്കണേ, നീ എന്നെ ക്ലാസ്സിൽ വരാഞ്ഞേന്ന്. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ച് വന്നതാ. എന്നെ ആരും അന്വേഷിക്കണ്ട. നിന്നെ അന്വേഷിക്കാതെ പിന്നെ എന്നാ ചെയ്യണ്ടേ? എന്റെ പൊന്നു മോളെ, നിന്നോടിപ്പോ പറഞ്ഞു തരുന്നത് സമയമില്ല. നീ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. അറ്റൻഡൻസ് വെറുതെ കളയണ്ട. ഞാൻ കുളിച്ചിട്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും രാവിലെ വട്ടു തുടങ്ങിയിരിക്കുന്നത്. എന്താ നീ പറഞ്ഞേ? എന്താ നോക്കി പഠിപ്പിക്കുന്നേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ ഈ 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ നിനക്കറിയുവോ? ഒരിടത്തും ഇല്ലാത്തൊരു ദാസിനെ ഒരു ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെ എന്തുവാ നീ കാണിക്കുന്നത്? കമല അവിടെ എഴുതുന്നു, ഇവിടെ എഴുതുന്നു, കണ്ട ചുമരിൽ എഴുതുന്നു, പേപ്പറുകളിലും ഡയറിയിലും എഴുതുന്നു. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നിന്റെ വിചാരം? കമല എന്നത് എന്റെ ഫേവറേറ്റ് റൈറ്ററാണ്. അതെന്റെ പെന്നേമുമാണ്. അതിലെന്താണ് ഇത്ര തെറ്റ്? അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നീ കമലയ്ക്കൊപ്പം ദാസ് എന്ന് പറയുന്ന ഒരു ഇല്ലാത്ത കഥാപാത്രത്തെ ചേർത്ത് പറയുന്നതാണ് തെറ്റ്. നീ എന്തൊക്കെയാണ് ഇത്രയും നാൾ കാട്ടിക്കൂട്ടിയതെന്ന് നിനക്കറിയുവോ? ലൈബ്രറി വെച്ച് തലേന്ന് നീ തന്നെ ധൃതിയിൽ ബുക്കിനിടയിൽ വെച്ച പേപ്പറാണ് പിറ്റേന്ന് നിനക്കായി ദാസ് വെച്ചതാണെന്ന് കരുതി നീ അതേ ബുക്കിൽ നിന്ന് എടുത്തത്. റീനു, ഇനിയെങ്കിലും നീ റിയാലിറ്റിയിലേക്ക് വാ. നീ റീനു ആണ്, കമലയല്ല.
നീ നിനക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എണീക്ക്, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ വരുന്നില്ല. ഇത് എത്ര നേരമായിട്ട് നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാ? ഇനിയൊക്കെ നിന്റെ ഇഷ്ടം, ഞാൻ പോവാ. പാറു പറയുന്നത് പോലെ വട്ടൊന്നുമില്ല റീനുവിന്. റീനു ഇനി അന്വേഷിക്കുന്നത് ദാസിനെയല്ല, കമലയെയാണ്. തൻ്റെ ഉള്ളിലെ എഴുത്തുകാരിയായ കമലയെ. ജനൽ ചില്ലകളിൽ തുളുമ്പി വീഴുന്ന മഞ്ഞുകണങ്ങൾക്കിടയിലും ലൈബ്രറിയിലെ അക്ഷരക്കൂട്ടങ്ങൾക്കിടയിലും പൂത്തു നിൽക്കുന്ന ബോഗിയൻവില്ലേ നിറങ്ങളിലും റീനു കമലയെ തേടിക്കൊണ്ടിരിക്കും.